പോയിട്ട് എന്തൊക്കെയാണ് വെരിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ ഒന്നും വേണ്ട. അയ്യോ വേർക്കുന്നുണ്ടോ മൊയ്ജ്? ഫാൻ ഇടിഷു ആര് കാണണല്ല, ഞമ്മക്കൊരു കോൺഫിഡൻസ് ആണ്. കാണാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ഇട്ടിട്ടു മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു എന്തെങ്കിലും എന്താ ചെയ്താൽ ഞമ്മക്കൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ബാംഗ്ലൂർ വെൽക്കം ബാക്ക് ടു മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്ന് ഞമ്മള് നൈറ്റ് ട്രാവൽ ചെയ്യുന്നതും ബാംഗ്ലൂരിലേക്കാണ്. മാംഗ്ലൂർ ടു ബാംഗ്ലൂർക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ എക്സൈറ്റ്മെന്റ് ആണ്. സ്ലീപ്പർ ബസ്സിൽ പോകുന്നതാണ് കേട്ടോ, വേറൊന്നല്ല. അവിടെ പോയിട്ട് എന്തൊക്കെയാണ് വെരിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുക. ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ആക്കും ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റ് നൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ റെഡി ആവട്ടെ. ആഫ്റ്റർ എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് നോക്കാം. പിന്നെ അവിടുത്തെ ഒരു കുഞ്ഞു ലോഗ് കേട്ടോ. ഇന്നത്തെ ലോഗ് എൻ്റെ മേക്കപ്പ് ലുക്ക് വിത്ത് ഒരു ട്രാവൽ ലോഗ്. സോ ബാംഗ്ലൂർ എത്തുന്നവരുണ്ടാവും. പിന്നെ ഫുഡൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല. സോ പോകുന്ന വേളാണ് ഫുഡുണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് പോകുമ്പോൾ നോക്കാം. ഓക്കെ വാ. അപ്പം നമുക്ക് പോകുമ്പോൾ നോക്കല്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് ഞാൻ റെഡിയായി. ഒരു പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും കേട്ടോ, എന്താന്ന് വെച്ചാൽ വീട് നന്നായിട്ട് വൃത്തി ഉണ്ടാവണമെങ്കിൽ ഗസ്റ്റ് വരണത്രേ, നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കാണണമെങ്കിൽ ട്രാവൽ പോകണത്രേ. ഇത് ശരിയായ കാര്യമാണ് കേട്ടോ. സോ നമ്മളെ വീട്ടിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കണമെങ്കിൽ സോ ആരെങ്കിലും ഗസ്റ്റ് വരണം. ആ ഗസ്റ്റ് വരുന്ന സമയത്തായിരിക്കും പുതിയ വീട് പോലെയാണ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്. അതിന് 3 ദിവസം നമ്മൾ ഫുള്ള് വൃത്തിയായിരിക്കും. അത് പുതിയ വീട് പോലെ ആക്കി വയ്ക്കും. ഇന്ന് ട്രാവൽ പോകുന്ന സമയത്തും അങ്ങനെ തന്നെ. ട്രാവൽ പോകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വതങ്ങി റെഡി ആവുക, ക്ലീൻ ആൻഡ് നീറ്റ് ആവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ അതിന് വേണ്ടിയാണ് വീക്കിലി ഒരു തവണയെങ്കിലും ട്രാവൽ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ സോ എൻ്റെ ഒരു മേക്കപ്പ് അല്ല ഗൈസ്, നൈറ്റ് റൊട്ടീൻ ഓക്കെ ട്രാവൽ. അപ്പം ഞാൻ നന്നായി ആൾക്കാർ വരും. അപ്പോൾ കെല്ലി ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒരു കെല്ലി ക്രീം മാത്രം മതി ഞങ്ങൾക്ക്, വേറൊന്നും വേണ്ട. അയ്യോ വേർക്കുന്നുണ്ടോ മൊയ്ജ്? ഫാൻ ഇടിഷു എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനോ ഇഷോ മൊയ്ജ ഫാൻ ഇട് കുഞ്ഞി. ഇത് നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാം, നൈറ്റ് ക്രീം ആയിട്ടും യൂസ് ചെയ്യാം. ഓൾ ഇൻ വൺ ആണ്. ഞാനിത് ഗൾഫിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരപ്പിക്കുന്നത്. ഇവിടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാറുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ആരെങ്കിലും വരുന്നാൽ വളരെ ചീപ്പിലാണ് അവിടെ കിട്ടുന്ന ക്രീം. പണ്ട് മുതലുള്ള ക്രീമാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് ഞാനൊരു 14 ഇയേഴ്സിൽ തുടങ്ങിയ ഒരു ക്രീമാണ്. അപ്പം അതിലെന്നെ എഡിക്റ്റാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു സ്കിന്നാവട്ടെ ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. സോ അതെന്നെ യൂസ് ചെയ്യുമല്ലോ കെല്ലി ക്രീം. അത് എല്ലാവരും സ്കിന്നിന് സൂട്ടബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ചൂടുള്ള സമയത്ത് ഇവർ ക്രീം ഒന്നും യൂസ് ചെയ്യാൻ ചെയ്യാറില്ല. ഫാൻ ഉണ്ട് കേട്ടോ, ആയാലും വേർക്കുന്ന. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ഇവിടെ സൈഡ് മാത്രം ബ്ലൂ ലൈനർ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ബ്ലൂ ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വിങ്കാക്കിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇനഫ്. അപ്പോൾ വിങ്കായിട്ടാണ് ഇങ്ങനെ വെച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ ഡിമ്പിളായിട്ടുള്ള ടച്ചപ്പാണ് കേട്ടോ. പിന്നെ നൈറ്റ് ആയതുകൊണ്ട്, നൈറ്റിൽ നിന്നല്ല ഞാനിപ്പോൾ എല്ലാ ടൈം യൂസ് ചെയ്യുന്നത് ഈ ലിപ് ബാമാണ്, മേബലിൻ. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഇത് മതി. പിന്നെ മസ്കാര ഗിസ്കാര ഒന്നും ഇടുന്നില്ല. നമ്മൾ ബസ്സിൽ പോയിട്ട് വറങ്ങുന്നത് കൊണ്ട് ഇങ്ങനെ ഫില്ലിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് പയ്യൊരു മസ്കാര ബ്രഷ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു കോമ്പ് ചെയ്യണം. ഓൺലി നല്ലോണം കോമ്പാവും, അത്ര തന്നെ പെർഫെക്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ സുറുമ ഇടാം, പക്ഷെ അത് ഫുള്ള് സ്പ്രെഡാവും വറങ്ങുന്ന സമയമല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സീക്രട്ട് ഉണ്ട് കാണിച്ചു ഗൈസ്. ഇങ്ങനെ ഇത്രയ്ക്ക് മേക്കപ്പ് ചെയ്തിട്ട് ആരാണ് കാണാനെന്ന്? ആര് കാണാനല്ല, ഞമ്മക്കൊരു കോൺഫിഡൻസ് ആണ്. കാണാൻ വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ഇട്ടിട്ടു മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു എന്തെങ്കിലും എന്താ ചെയ്താൽ
നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. എനിവേ എന്താ ഫൈനലി ഇത് നിർബന്ധമാണ് കേട്ടോ. നൈറ്റ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മാസ്ക് ഇടാറുണ്ട്. ഫാമിലി ഫങ്ഷനൊക്കെ പോകുമ്പോൾ, ഫാമിലിയുടെ കൂടെ ഒക്കെ പോകുമ്പോൾ, കാറായിട്ടൊക്കെ പോകുമ്പോൾ സംടൈംസ് ഞാൻ ഫേസ് ഓപ്പൺ ആണ്, ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മാസ്ക് ഒന്ന് ഇട്ട് കൊടുക്കും. സോ ഫസ്റ്റ് എൻ്റെ പ്ലാൻ ഉണ്ടായത് ഞാൻ ഫുള്ള് മാസ്കിൽ വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഈ മാസ്ക് ഇടാനുള്ള റീസൺ എന്താ വെച്ചാൽ എനിക്ക് പിന്നെ ഉണ്ടല്ലോ ഈ മാസ്ക് ഇട്ടില്ലെങ്കിൽ എൻ്റെ ഫേസ് ലോക്ക്, അതായത് ഐഫോണിൻ്റെ ഫേസ് ലോക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ മാസ്ക് ഇങ്ങനെ ഊരിൽ തന്നെ ഓപ്പൺ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താവും, ഇങ്ങനെ കവർ ഇട്ടാലുണ്ടല്ലോ, കവർ ഇട്ടിട്ടും മാസ്ക് ഇട്ടില്ലെങ്കിലും ഫേസ് ലോക്ക് ഓപ്പൺ ആവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷോൾ ഇട്ടിട്ട് ഇതുപോലെ മാസ്ക് ഇടും. എനിക്ക് ആവശ്യമുള്ള സമയത്ത് വാട്സപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫേസ് ലോക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കും. അങ്ങനെയാണ് ഗൈസ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഫോണാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഷോൾ വിയർ ചെയ്ത് ഒരു സിമ്പിളായിട്ടാണ് കേട്ടോ ഷോൾ വിയർ ചെയ്യുക. ബാക്കൊന്നും നോക്കണ്ട, ഷിഫ്റ്റിംഗ് ഹൗസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യുക. അപ്പം ഞാനിങ്ങനെ കവർ ചെയ്തു. ഇത് ഞാൻ നോർമലി ഇങ്ങനെ ഫാമിലി കൂടെ ഒക്കെ പോകുന്നത് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ്. അപ്പം ഇത് വാട്സപ്പാണ്, ഇത് ലോക്ക് ആവുന്നില്ല. ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കരുത്, ഷിഫ്റ്റിംഗ് ഹൗസ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോകുന്ന രീതി നോക്കിയിട്ട് നിങ്ങൾ വിചാരിക്കും നമ്മൾ ബാംഗ്ലൂരിലാണ് ഷിഫ്റ്റ് ആവുന്നത്. കണ്ടോ ബാഗ് ഇവിടെ. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ രണ്ട് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. പക്ഷെ ബാംഗ്ലൂർ ഷിഫ്റ്റ് ആവാനല്ല പോകുന്നത്, നമ്മൾ 2-3 ദിവസം താമസിക്കാൻ വേണ്ടി പോകുന്നതാണ് ബാംഗ്ലൂരിലേക്ക്. പക്ഷെ ഇവിടുന്ന് സാധനങ്ങളോ ഒരുപാട് പെട്ടിക്കെട്ടിയായിട്ട് പോകുന്നത്. അത് ഇപ്പോൾ എല്ലാ മാസം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇവള് ഏട്ടത്തി പിറന്നാൾക്കൊക്കെ വന്നാൽ ഇവിടുന്നാണ് കേട്ടോ ഒരുപാട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഒന്ന് മതി. ഇപ്പൊ വിഷ്ണുർ ബാഗ്, മുൻസിക്കൊരു ബാഗ്, പിന്നെ പിള്ളേർക്കൊരു ബാഗ്, അത് ഓരോ സാധനം കളഞ്ഞ റെഡി ആയിട്ട് ഇവള് ഇപ്പിട്ട് മാംഗ്ലൂർ വന്നിട്ട് ഒരു മാസം ഇരുന്നിട്ട് ഇവരെല്ലാരും കൂട്ടി പോവാണ്. എങ്ങനെയുണ്ടോ കാണുന്നതൊക്കെ? കാണിക്ക് നിന്റെ ബാഗ്. 2 ബാഗ് നോക്കും. അതല്ല മൊയ്സിന്റെ ബാഗ്. ചോബിക്ക് ബാഗില്ല. ശോഭിത ബാംഗ്ലൂർ ഗേളിലായി ചെറുപ്പൊക്കെ ഇട്ടിട്ട്. ബാംഗ്ലൂർ മാൻ. ആണ് ഗൈസ്, ഇവിടെ ഒന്ന് ചൂടെടുക്കുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര വലിയ ചൂടാണ് കേട്ടോ. ഇത് വേർക്കുന്നുണ്ട്, വേർത്ത് നൽകുന്ന അത്രയ്ക്ക് ചൂടാണ്. നമ്മൾ ഓട്ടോറിക്ഷ വരാൻ നിന്നു. 9:50 ബസ് 10:22 ഇവിടെ ഓട്ടോറിക്ഷ പറഞ്ഞിരിക്കണം. പിന്നെ കാർ ഇന്ന് കൊടുത്തതല്ലേ, ഇന്നലെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കാർ കൊടുത്തത്. ഓ മൈ ഗോഡ്. ഇൻഷാല്ലാ പോയിട്ട് എത്തിയിട്ട് അവിടുത്തെ വണ്ടിയിലത്തെ വിശേഷങ്ങളൊക്കെ മതി. അപ്പ ഗൈസ്, അപ്പൊ നമ്മൾ പോകുന്നത് എടുക്കാണ്. ബാംഗ്ലൂർ. ചോബി ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ പോകുന്നതുണ്ടല്ലേ കുട്ടികൾക്ക് ഭയങ്കര പോകുന്നത്. ദുബായ് പോയ പോലെയാണ് ഇവരെ ഫീൽ. അത് സ്ലീപ്പർ ബസ്സിലല്ലേ പോകുന്നേ. എന്തെങ്കിലും ഷൂ എടുത്താലുണ്ടല്ലോ അത് യൂസ് ആവുന്നത് ബാംഗ്ലൂരിലാണ്. ഒരുപാട് ഷൂ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഒരേ ഷൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് മൊയ്സിന്റെ ബാഗും മച്ചിന്റെ ബാഗിലെടുക്കണം കേട്ടാ. റെഡി ആകുമ്പോൾ തന്നെ ഇതാ കുളിച്ച പല വന്നു. ഇനി AC ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ തണക്കണം വന്നു. പശ്മിന ഹീറോയിൻ ഇരിക്കുകയാണ്. ഉമ്മക്ക് പേര് തന്നെ പശ്മിന ഹീറോയിൻ കേട്ടോ. പശ്മിന ഹീറോയിൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ പശ്മിന ഹീറോയിൻ, ഉമ്മ പശ്മിന ഹീറോയിനാ. അപ്പൊ പശ്മിനന്റെ ഹീറോയിൻ ഇരിക്കുകയാണ്. ഞാനിത് ഒരു ഡോക്യുമെന്റിന്റെ ബാഗാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ബാഗ് ഉണ്ട്, അതെ എൻ്റെ ലാപ്ടോപ്പ് എല്ലാം നമ്മൾ നോക്കാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഞാൻ നെക്സ്റ്റ് ഒരു 3 to 4 days എല്ലാം വിട്ട് വരുന്ന പ്ലാനാണ്. ബാംഗ്ലൂർ പോകുന്നതിന് പ്ലാൻ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ സ്കൂൾക്ക് ലീവ് കിട്ടിയിട്ട് പെരുന്നാൾ പിറ്റേ ദിവസം തന്നെ പോകണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകാത്തതെന്ന് വെച്ചാൽ വീട് ഷിഫ്റ്റിങ്, വീട് നോക്കലോ ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റില്ല. പിന്നെ ഏട്ടത്തി വന്നിട്ട് ഒരു മാസം ആവാറായാലും സൗലൊന്നും ആക്കണം.
അവളും പോകണമെന്ന് പറഞ്ഞ ഒരുപാട് ദിവസമായി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഷിഫ്റ്റും കാര്യങ്ങളും കുട്ടികളൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളൊക്കെ പോയിട്ട് എനിക്ക് അത്യാവശ്യം പോകാനുണ്ടായിരുന്നു ഇവിടെ ഡേറ്റിൻ്റെ ഉള്ളിൽ. ഞാൻ വിചാരിച്ചാൽ ഓക്കെ ഒന്ന് പോകാനുണ്ടല്ലോ, എന്തായാലും ഈ സമയത്തൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവലാക്കിയ പോലമാവും നമ്മളോട് 3 to 4 days നിന്ന പോലമാവും എന്നൊക്കെയുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെയാണ് നമ്മൾ റെഡി ആവുന്നത്. അപ്പോൾ ഷിഫ്റ്റിംഗ് ഓൾമോസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വീട് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 5 to 10 days ആവും. ഇനി പുതിയ വീട്ടിലേക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടിയൊക്കെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ വന്നിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു മൈൻഡ് ഫ്രഷ് ആവും. പിന്നെ ഫ്രീ ആയിട്ടിരിക്കാനുള്ളത്. പിന്നെ ഇടയിൽ ഓരോ കാര്യങ്ങൾ നേടാതെ ഇതൊന്നൊക്കെ ആവില്ലല്ലോ. പിന്നെ അവൾ ബാംഗ്ലൂരാണ്, അറിയാമല്ലോ. നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിട്ടോ. ബസ് വെയിറ്റ് ആക്കാണ്. ജ്യൂസ് വാങ്ങി. നിന്റെ ബാഗ് ഈ പ്ലേസ് ഇല്ലല്ലേ? ഡിക്കിൽ വെക്കാനാണ്. നിന്റെ ബാഗ് ഡിക്കിൽ വെക്കാനാണ്. ഈ ബാഗ് ഇതിലെടുക്കാനാണ്. അപ്പോൾ പശ്മിനുണ്ട് ഹീറോയിൻ ഇങ്ങനെ നിൽക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ. ഇതിനോ ഗൈസ് നാട് വിടാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് ഒരു പെട്ടിക്കഥ. അല്ലടി 6333 അതല്ല 6333 അല്ലല്ല കൊണ്ടിരിക്കുകയാണ്. ഒരാള് 2 മൊയ്ജ് ഇഷ്യൂ നിൻ്റെത് ഡിക്കിൽ കൊടുക്കണം. മൊയ്ജിൻ്റെ മാത്രം എടുക്കണം കേട്ടാ. മൊയ്ജ് നീ ബസ് കയറണം. ബുദ്ധിമുട്ടാവൂല മൊയ്ജ്, വെയിറ്റ് ഇല്ല മൊയ്ജ്. അപ്പം പിന്നെ എന്തിനാ ഈ പൊക്കുന്നത്? ഞാൻ എടുക്കല്ലേ, ഞാൻ എടുത്തോളൂ. മതി, കയ്യിൽ ഉമ്മച്ച് പിടിച്ചോല. ബസ്സിൽ കേട്ടിട്ട് വെയിറ്റ് എടുക്കണ്ട. 30 minutes ആയിട്ടോ. 30 minutes വെയിറ്റ് ചെയ്യാണ്. ബസ് വന്നിട്ടില്ല. ഇതല്ല ഇത് വേറെ ബസ്സാ. 30 minutes ആയി കഴിഞ്ഞു. 30 minutes വെയിറ്റ് ചെയ്യാണ്. വന്നിട്ടില്ല. 45 minutes ഡിലേ ആയിട്ടാ. വെയിറ്റ് ചെയ്തിട്ട് തന്നെ ടയർഡായി. നമ്മൾ ഒരു തവണ ബസ് വന്നാൽ മതി എന്നാവുന്നു. അവർക്കൊന്ന് ലേറ്റ് ആവുന്നെങ്കിലൊന്ന് ഇൻഫോം ചെയ്യായിരുന്നു ലേറ്റ് ആവുന്നുള്ളത്. അതും ചെയ്തില്ല. നമ്മൾ വന്നിട്ട് ഇവിടെ 10:10 ഇരിക്കുന്നത്. ബസ് ഇപ്പം 11 മണിയാവാറായി. ബസ് വന്നിട്ടില്ല. ഫുള്ള് ടയർഡായിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ ഒരുപാട് ബാംഗ്ലൂർ ബസ് പോയി. കുഞ്ഞുങ്ങൾ വെയിറ്റ് ചെയ്യാം. ആ ബസ്സാണോ ഈ ബസ്സാണോ എന്നുള്ളത്. ഇവിടെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. 1 2 3 എന്നൊക്കെ. നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നമുക്കുണ്ടായിരുന്നല്ലോ ചെറുപ്പത്തിൽ. ബസ് വണ്ടി വെഹിക്കിൾസൊക്കെ പോകുമ്പോൾ കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ ബാംഗ്ലൂർ ബസ് കൗണ്ട് ചെയ്യണം മൊയ്സ്. എന്തായാലും നോക്കാം. ഇനി ഒരു 10 minutes വെയിറ്റ് ആക്കാം. വേറെ ലൊക്കേഷനൊക്കെ വേറെ ടൈമിൽ വേറെ സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. നോക്കാം ഓൺ ദ ടൈമിൽ വേറെ ഒന്നുള്ളത്. ഓൺ ദ ടൈം ഇല്ല. എക്സാക്ട്ലി ഇപ്പോൾ 45 minutes ആയില്ലേ. ഇനി എന്താ ഓൺ ദ ടൈം? ഡിലന്നെ അവൻ തന്നെ പിടിക്കണമെന്ന്. നമ്മൾ ബസ് വന്ന് നിൽക്കാൻ കേട്ടോ. കണ്ടോ ഡിക്കിൽ വയ്ക്കാനാ ഓരോരാൾ പിടിക്കണേട്ടി. ഇന്ന ബാഗ് ഉണ്ട് കേറട്ടാ. ഓരോരാൾ കയറും. മക്കൾ കയറും. ഫസ്റ്റിലാവാ. അപ്പോൾ ഏട്ടത്തി അവിടെ സീറ്റിലൊക്കെ ഡിക്കിൽ വയ്ക്കാൻ കേട്ടോ സാധനങ്ങളൊക്കെ. കയറും വഹിച്ച്. ഞാൻ പറഞ്ഞില്ലേ ബാഗ് പിടിക്കാന്ന്. ആ കയറി ഷോപ്പിൽ. ഈശ്വര ബാഗല്ല മീശ്വര. ഈശ്വരത്തെ ബാഗാണ്. വന്നു. ഓ അല്ല അവളുടെ ഉമ്മയാണ് വിളിക്കില്ല. ചോബിന്റെ ഉമ്മാണ് വിളിക്കില്ല കേട്ടോ. എൻ്റെ ഉമ്മാണ് വിളിക്കുന്നത്. ഇത് നിനക്കാ? ഇത് ഉമ്മാക്കുണ്ട്. ഇത് ഇഷു നീനുമ്മ. നീ എതിർപ്പോ? നീನು ചോബി എതിർപ്പോ? ചോബിപ്പോ. ചോബി ഇവിടെ വാശി പിടിക്കണ്ട. ചോബി ജ്യൂസ്. അവരൊക്കെ ജ്യൂസിന്റെ ആൾക്കാരാ. ഒന്നല്ലെങ്കിൽ ഞങ്ങൾ ആകെ ടയർഡാണ്. അത്രക്കിടയിലായിരുന്നു കേട്ടോ. ഒന്ന് ബസ് വന്നാൽ മതിയായിരുന്നു തോന്നുന്നു. കാരണം 45 minutes ആയി കിട്ടുന്നത്. ഇവർ വന്നിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ ഏട്ടത്തിയാണ്ട് ഉമ്മ അപ്പുറത്തെ സീറ്റാണ്. ഞാൻ കുട്ടികളെ വിടാൻ നമുക്ക് പോയിട്ട് 3 ആൾക്ക് അത്യാവശ്യമുണ്ടോ. ഓക്കെ ഇവരൊക്കെ ജ്യൂസൊക്കെ കുടിക്കാം. ഇഷു ഓരോ ബാഗ് തരുമോ? ഇവിടെ വയ്ക്കാം. നല്ല സ്പേസസ് കിട്ടോ. കണ്ടില്ലേ നല്ല സ്പേസൊക്കെ ഉണ്ടോ. നല്ല സർവീസാണ്. കുട്ടികൾ കൊടുത്തെടുത്ത് പോകുന്നത് ബസ്.
നോക്ക് കുട്ടികൾ വൈബിടും ദുബായ് പോകുന്ന ഫീൽ ആവുന്നുണ്ട്. അയ്യോ വേറെ പറയുന്നത് ദുബായ് പോകുന്ന ഫീലാണല്ലോ. എവിടെ പോകുന്ന ഫീലാണ് മൈസ് ഈശോ? ഫ്ലൈറ്റിൽ എങ്ങനെ ഉണ്ട് ഈശോ? ശരിക്കാണ് കേട്ടോ, നല്ല ഫെസിലിറ്റീസ് ഉള്ള ബസ് കേട്ടോ തന്നെ. ബാംഗ്ലൂർ എത്താനായി. 26 മിനിറ്റ്സ് ഉണ്ടോ? 26 മിനിറ്റ്സിന് മുമ്പ് ലേറ്റായിട്ട് എല്ലാം ഇരിപ്പിച്ചിട്ട് ഷൂ ഒക്കെ ഇടിപ്പിച്ചിട്ട് നമ്മൾ ഇരിപ്പിക്കാനാണ്. എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ എന്താ മൈജ്? നമ്മൾ ബാംഗ്ലൂർ റീച്ച് ബാംഗ്ലൂർ. You like Bangalore? ചോബി എന്താക്കുന്ന? അവിടെ ചോബി നോക്കൂ, ചോബി നല്ല തയ്ക്കുന്ന. ഹായ് ചോബി. പശ്മിനയുടെ ഹീറോയിന് മേടിച്ചിരിക്കുകയാണ്. പശ്മിനയുടെ ഹീറോയിനെ ഇരുത്തി ഞാൻ ഈ ബസ്സിലാണിട്ട് വന്നത്. ബാംഗ്ലൂർ നോക്ക്, ഇതാണ് ഏട്ടത്തിൻ്റെ നാട്. ഇവിടെ വന്നാൽ പ്രശ്നം എന്താണെന്ന് അറിയാം, പട്ടികളുടെ റാശിയാണ്. എത്ര ഡോഗ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അവിടെ അടി നിൽക്കുകയായിരുന്നു 2 ലോഡ്. ബാംഗ്ലൂർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒരേ റീസണാണ്, റോഷ് പട്ടികൾ എന്താ അറിയില്ല. എല്ലാവരും വർക്കിലാണ് കേട്ടോ, വർക്കിൻ്റെ കണ്ണിലാണ്. വർക്ക് ശരിയായിട്ടില്ല. 6:30 ആയി. പിന്നെ രാത്രി ഒന്ന് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ ഇവര് ഓല ബുക്കാക്കി ഇവിടെ ക്യാബ് വരത്രേ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇഷ കയറി ഇരിക്കി. ബാഗ് കൊട് ആൻറ്റി, ബാഗ് കൊട്. ബാഗ് മൈജ് കയറ. മൈജ ഈശോ ഇവിടെ അതൊരു ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. വണ്ടി വേണമെന്നേ ഇല്ല, ജസ്റ്റ് ക്യാബ് ബുക്ക് ചെയ്താൽ മതി. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഫോൺ, കാർ വേണം, ഓട്ടോറിക്ഷ ഭയങ്കര ചാർജ് എടുക്കാം. ബുക്കിംഗ് ചെയ്താൽ നോർമൽ പ്രൈസ്. നമ്മളിവിടുന്ന് അങ്ങോട്ടെല്ലാം പോകണമെങ്കിൽ 400-500 പേ ചെയ്യണം. ഇത് എനിക്ക് ഇവിടെ നല്ലൊരു ബെനിഫിറ്റ്സ് എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ 500 പേ ചെയ്യണം. ചേട്ടാ എന്നായിരത്തുണ്ടോ ഡോർ ബാഗ്? നീ മേൽപ്പോ ഏട്ടത് പോകുന്നു. സോളോ ട്രിപ്പ് കണ്ട സോളോ ട്രിപ്പ് ചെയ്യാൻ ഓൾമോസ്റ്റ് റീച്ച് ആയിട്ട് പാണ്ടുമ്മ പശ്മിന ഹീറോയിന് എത്ത് പോകണം. അല്ല വീട് 3rd ഫ്ലോറാണ്. ഉമ്മക്ക് ഇടാൻ ടെൻഷൻ തന്നെ, മോളിൽ കയറണമല്ലോ, ലിഫ്റ്റ് ഫെസിലിറ്റീസ് ഇല്ല ഇവിടെ. അതാണ് എൻ്റെ ഫോൺ വരുമ്പോൾ അങ്ങനെ ബാഗൊക്കെ കൊണ്ടുപോകാന്നുള്ളത്. ഞാൻ ലാപ്ടോപ്പ് ബാക്കിലാണ് ഇട്ടിട്ട് എന്താ ചെയ്യാം. അത് ടെറസ് മേലെ ഇപ്പം ഞങ്ങൾ റൗത്ര പോയെങ്കിൽ അങ്ങനെ ആക്രമല്ലേ. നമ്മളെല്ലാവരും വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രാവൽ ലോഗ്. കണ്ടില്ല ഇവിടുത്തെ ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞാൽ എന്താ വ്യൂ പോയിൻ്റാണ് കേട്ടോ. എടുത്തതിൻ്റെ വ്യൂ പോയിൻ്റ്. ഓക്കെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. നാളത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇൻ ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്നത്തെ ഓക്കെ ബൈ ബൈ.